നമസ്കാരം പ്രിയപ്പെട്ടവരെ. മികച്ച സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും നടനും സംഗീത സംവിധായകനുമായ രാജസേനൻ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ നമ്മുടെ വിദ്യാർത്ഥികളുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു. ഒരു കഥ എങ്ങനെയാണ് സിനിമയാകുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവാദത്തിൽ ഏർപ്പെട്ടത്. ഒരു മഹാവ്യക്തിത്വത്തിന്റെ വലിപ്പമോ ജാടയോ ഒന്നുമില്ലാതെ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു വലിയ സംവാദമാക്കി അദ്ദേഹം അതിനെ മാറ്റുകയായിരുന്നു. കരുനാഗപ്പള്ളിയുടെ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്കാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത്രയും വലിയൊരു അവസരം കരുനാഗപ്പള്ളിയിൽ ഒരുക്കിയത്. കരുനാഗപ്പള്ളിയുടെ MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്ത ജനകീയമായ ഈ സദസ്സിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷം പോകുന്നത്. ഇനി ചെറിയ സിനിമകളിലേക്ക് വരാം. ചെറിയ സിനിമ ഞാൻ ഉദ്ദേശിച്ചത് മലയാളത്തിൽ തന്നെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ് എന്നാൽ അത്യപൂർവമായ കളക്ഷൻ ഉണ്ടാക്കിയ തിരക്കഥ കൊണ്ട് മാത്രം വിജയിച്ച ചില സിനിമകൾ. ചിന്താവിഷ്ടയായ ശ്യാമള അല്ല, ഭയങ്കര സൗണ്ടുള്ള, നമ്മളെ ട്രാൻസ്പോർട്ട് ബസ്സിനേക്കാളും ഒക്കെ വലിയ സൗണ്ടുള്ള ജനറേറ്ററാണ് കൊണ്ടിടുന്നത്. ശ്രീനിവാസനെ കുറിച്ച് പറയുന്നത്, ജനറേറ്ററും ഓൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്തൊരു കസേരയിട്ട് ഒരു 5 പാക്കറ്റ് സിഗരറ്റ് 2 തീപ്പെട്ടിയും വെച്ച് കൊടുത്താൽ ഷൂട്ടിംഗ് ഒരറ്റത്ത് നടന്നുകൊണ്ടിരിക്കും, ഇദ്ദേഹം എഴുതി പേപ്പർ വെച്ചുകൊണ്ടിരിക്കും. ആ പോകുന്ന കടലാസിലെല്ലാം ശൂന്യതയിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തുന്ന നർമ്മരസങ്ങളാണ്. അത്യപൂർവമായ ഒരു എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ വടക്ക് നോക്കി യന്ത്രത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം കുറച്ച് കച്ചവടമാക്കിയിട്ടുണ്ട്. കാരണം പാർവതി എന്ന് പറയുന്ന അതിസുന്ദരിയായ നടിയെ ഭാര്യയാക്കിയിട്ട് ആ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നർമ്മം കൊണ്ടുവന്നതെങ്കിൽ അതൊന്നുമല്ല ചിന്താവിഷ്ടയായ ശ്യാമളയിൽ. ആശ്രമത്തിൽ ചെന്നിട്ട് അദ്ദേഹം എനിക്ക് സന്യസിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കളയ്ക്കാൻ മൺവെട്ടിയായിട്ട് എടുത്തു കൊടുക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അല്ല, ഞാൻ സന്യസിക്കാൻ, ഞാനിവിടെ വെറുതെ ഇരിക്കാൻ വന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മത്സ്യം വാങ്ങാൻ പോയിട്ട് ഒരാഴ്ചയായിട്ട് തിരിച്ചു വന്നില്ല എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. മീൻ വാങ്ങിക്കാനെന്ന് പറഞ്ഞ് പോയതാണ് ഒരാഴ്ചയായി പോയിട്ട്. ഇതുപോലെയുള്ള ഇങ്ങനെ മറ്റാർക്കും ചിന്തിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു എഴുത്തായിരുന്നു ശ്രീനിയേട്ടൻ്റെ. അദ്ദേഹത്തിനപ്പം ശാരീരികമായിട്ടൊരല്പം അസുഖമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ അച്ഛൻ്റെ പാതകളെ പിന്തുടർന്ന് വരുന്ന മിടുക്കനായ ഒരു എഴുത്തുകാരനും സംവിധായകനുമാണ്. ഒരിക്കൽ ഞാനൊരു പ്രോഗ്രാമിന് ഇവിടെ ഈ കരുനാഗപ്പള്ളിയിൽ എന്നെ കൊണ്ടുവരുന്ന അത്രയും റെജി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പ്രകടമായിട്ടൊന്നുമില്ല. വീടുകളിൽ അച്ഛനമ്മമാർ പേരിടുന്നതും ഒരു തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ്. പല പേരുകളും അങ്ങനെയാണ്. ഇപ്പോൾ അബ്ദുൾ ഖാദർ എന്നാണ് പ്രേം നസീറിൻ്റെ ഒറിജിനൽ പേര്. പക്ഷേ സിനിമ അഭിനയം തുടങ്ങിയപ്പോൾ തന്നെ തെക്കുറിശി ചേട്ടൻ ഇട്ടുകൊടുത്ത പേരാണ് പ്രേം നസീർ. അതുപോലൊരു പേരല്ലാതെ ഇന്ന് ചിന്തിച്ചു നോക്കി, അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഒരു പേര് ചേരുമോ? സന്തോഷ് കുമാർ എന്നിട്ടാലും ചേരില്ല, നാഗപ്പൻ പിള്ള എന്നിട്ടാലും ചേരുമില്ല. നാം പ്രേം നസീർ. കാരണം ആ മുഖത്തെ ഒരു പ്രണയം കലർന്നൊരു മുഖമുള്ള ഒരാളായതുകൊണ്ടാണ് തെക്കുറിശേട്ടൻ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ഇട്ടുകൊടുത്തത് പ്രേം നസീർ. മമ്മൂട്ടി ആദ്യം പുള്ളി സജിൻ എന്നുള്ള പേരിലാണ് മേളയിൽ അഭിനയിക്കുന്നത്. മേളയിൽ തെക്കുറിശേട്ടനാണ് മമ്മൂട്ടി എന്ന പേരിട്ടുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, എത്ര മനോഹരമായൊരു പേരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കഥ, ഒരു ചെറിയ കണ്ടന്റിൽ നിന്നൊരു കഥ എങ്ങനെയെല്ലാം വലുതായി മേളിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗിരീഷ് എഴുതിയ 4 പേജിലും എൻ്റെ ഗർഭം ഇങ്ങനെ അല്ലെന്നില്ല. ഞാൻ എഴുതിയ 15 പേജിലും അതില്ല. അത് വന്നത് എവിടെ നിന്നാണ്? തിരക്കഥാകൃത്തായ രഘുനാഥ് പകിരിയിലാണ്. അദ്ദേഹം സിനിമാ തിരക്കഥാകൃത്ത് മാത്രമല്ല, ഒന്നാന്തരം ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. കലാകൗമുദി എന്ന് പറഞ്ഞ വീക്കിലിൽ വർഷങ്ങൾ എഴുതിയിരുന്ന ആളാണ്. ഞാനൊക്കെ വായിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായ ആളാണ്. അപ്പം
എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമ എന്നത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകേണ്ട ഒന്നാണെന്നാണ് എന്റെ ചുറ്റുപാടുമുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. സാറിന് എന്ത് തോന്നുന്നു? ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? സിനിമ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കേണ്ട മീഡിയമാണോ നല്ല സിനിമ എന്നത്? സിനിമയിൽ കൂടി നല്ല മെസ്സേജ് കൊടുത്ത് ആരും നന്നായതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ സിനിമയിൽ എന്തെങ്കിലും നെഗറ്റീവ് കാണിച്ചാൽ ചീത്തയായ കഥകൾ ഒരുപാടുണ്ട്. പക്ഷേ സന്ദേശങ്ങൾ ഒരുപാട് പറയാൻ പോകുന്ന സിനിമ ജനങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കാറില്ല. നെഗറ്റീവ് പറയുന്ന സിനിമകൾ പെട്ടെന്ന് ഏറ്റെടുക്കും. സിനിമകളിൽ സാറിന്റെ ഫേവറേറ്റ് സിനിമ ഏതാണ്? മക്കളുണ്ടെന്ന് വെച്ചോ, ഒരാള് IAS കാരനായി, ഒരാള് IFS ആയി, ഒരാള് ഡോക്ടറായി, ഒരാള് എഞ്ചിനീയറായി, ഒരാള് SLC തോറ്റ് വീട്ടിൽ പഠിക്കാതെ ഒന്നും ചെയ്യാതെയൊക്കെ നിൽക്കുന്നവരായിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടം അവനോടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവന് നമ്മളെന്ന് പറഞ്ഞാൽ ജീവനാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്ന അവനാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പരാജയപ്പെട്ട സിനിമയുടെ പേര് പറയേണ്ടി വരും. സാറിന് എനിക്ക് കണ്ടതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. സാർ ഏറ്റവും കൂടുതൽ കുടുംബത്തെ അയ്യോ ഞാൻ അല്ല നല്ല പിടിക്കായിട്ട് കുറെ നേരം നിൽക്കായിരുന്നു. ഞാൻ മോളും സ്മാർട്ട് അവിടെ നിൽക്കുന്ന പറഞ്ഞു. അവർക്ക് ഫ്ലോ പോയി. കുടുംബമായിട്ട് നമ്മൾ പറഞ്ഞോ, അങ്ങനോട് പറഞ്ഞു. 3 എന്ന സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേദന ഉളവാക്കുന്നു. ഇത്തരത്തിൽ ആ സിനിമ അഭിനയിച്ചപ്പോൾ അങ്ങേക്കുണ്ടായ ഫീലിങ്സ് എന്തായിരുന്നു? കഥകളും സിനിമകളും പ്രസന്റേഷനും ഇപ്പൊ നടക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ മുന്നിലാണ്. അതിനൊന്നും പകരം വേറെ എക്സ്പെക്ട് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. സാർ എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഓരോ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നത്? കാസ്റ്റിംഗിലേക്ക് കടന്നാലും വളരെ യാദൃശ്ചികമായിട്ടാണ് അതിനകത്ത് ജനാർദ്ദനം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റ് ആയിരുന്നു ആ റോഡ് ചെയ്യാനായിട്ട്. ഞങ്ങൾ കൊള്ളാത്തേക്ക് ഷൂട്ടിങ്ങിന് പോയി തമിഴ് വേർഷൻ ഷൂട്ട് തുടങ്ങി. അപ്പോഴേക്കും ഇന്നസെന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളിക്കാരനെ ഹീറോ ആയിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാജസേനൻ എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ ഞാൻ ആ പടമൊക്കെ ചെയ്യും, ഹീറോ ആണ് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കുഴഞ്ഞു. കാരണം ഞങ്ങൾ കൊള്ളാത്തേക്ക് ഷൂട്ട് ചെയ്ത് ഒറ്റപ്പാലത്തേക്ക് വരുമ്പോഴേക്കും ആ ക്യാരക്ടർ ചെയ്യുന്ന നടൻ വേണം. അപ്പൊ പിന്നെ നമ്മളത് പുള്ളിയൊന്ന് ഒഴിവാക്കി. ആരാണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ല. ആ സിനിമയുടെ തന്നെ പൂജയ്ക്ക് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എന്റെ കൂടെ ട്രെയിനിൽ ജനാർദ്ദൻ ചേട്ടനുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ജനാർദ്ദൻ ചേട്ടൻ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു. നോക്കുമ്പോൾ ഒരു മൂത്ത് നരച്ച് നിൽക്കുന്ന ഒരു പുരുഷന്റെ മുഖം പൊളിക്കും. ഞാൻ അപ്പൊ തന്നെ രഘുനാഥ് കലയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നസെന്റ് മാറിയിട്ടുണ്ട്, ജനാർദ്ദൻ എങ്ങനെ കിട്ടുന്നില്ല, ഓക്കെ സെഷനാണ്. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറോടൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ എതിർത്തു. പക്ഷെ ഞാൻ ബലം പിടിച്ച് നിന്നു. അത് തന്നെ മതിയെന്ന് പറഞ്ഞു നിന്നു. അങ്ങനെയാണ് ജനാർദ്ദനായി ഭാഷയിൽ. പിന്നെ വിജയരാഘവൻ, ഈ അമൃതചേട്ടൻ ജനാർദ്ദനൻ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇടയ്ക്ക് ഇച്ചിരി ഒരു മസിൽ പിടിച്ചവന്റെ ഒരാൾ വേണം തോന്നുന്നു. അപ്പൊ അന്ന് അത്തരം റോളുകളാണ് വിജയരാഘവൻ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരനാണ് കാസ്റ്റിംഗ്. പിന്നെ നേരത്തെ പറഞ്ഞത് അതിന്റെ സെക്കൻഡ് പാർട്ട് ജനിക്കുമ്പോൾ ഒരു പക്ഷേ അന്നത്തെ നരേന്ദ്രപ്രസാദിന്റെ റോള് പോലത്തെ റോളിലേക്കായിരിക്കും വിജയരാഘവൻ വരാൻ പോകുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അഭിനേതായി ഞാൻ അഭിനയിക്കാൻ പോയ ആളല്ലല്ലോ, പിന്നീടല്ലേ അഭിനയിച്ചത്. സംവിധായകനാകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കഥ എങ്ങനെയാണ് സിനിമയാകുന്നത് എന്ന ഈ പ്രോഗ്രാമിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം, ഒരു വിലയിരുത്തൽ. കരുനാഗപ്പള്ളി നഗരസഭ പ്രസന്റ് ചെയ്ത ഈ പരിപാടി വളരെ മനോഹരമായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും റെജി ഫോട്ടോ പാർക്കിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പലർക്കും ഇതിനെക്കുറിച്ച് അഭിമാനിക്കാം. എനിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികളുമായിട്ട് സംവദിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവർ സ്കൂളിലെ ഹെവി ആയിട്ടുള്ള പഠനത്തിൻ്റെ കൂടെ ഇതുപോലെ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് ഈ നഗരസഭയുടെ ഒരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ആശംസ.